അമൂൽ ബേബിയാ. അത്രയ്ക്കും അതപതിച്ചോടാ നീ. അവര് വളർന്നു വരുന്ന ചുറ്റുപാടും പഠിച്ചു വന്ന കൾച്ചറൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. എന്റെ വീട്ടില് പഠിപ്പിച്ച ഈ പെങ്കൊച്ചിനെ എവിടെയാ കണ്ടിരിക്കണല്ല. എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. ഒരു മകൾ അപ്പോ മീന് വിറ്റ് നടന്ന പെണ്ണ് 20ാമത്തെ വയസ്സിൽ യൂണിഫോമും ഒക്കെ ഇട്ടുകൊണ്ട് വലിയ വാർത്തകളും മറ്റുമല്ലായിരുന്ന അന്നല്ലേ പിണറായി വിജയൻ ഇത് കേരളത്തിന്റെ പുത്രിയാണ്, ഇനി എല്ലാവിധ പിന്തുണയും ഞാൻ തരും, ഇനി കേരളം അങ്ങ് ഏറ്റെടുക്കണം. അയ്യോ അപ്പോ വളർത്തി വികസിപ്പിച്ചെന്ന് പറഞ്ഞപ്പോ ഈ പരുവായെന്ന് അറിഞ്ഞൂടാട്ടാ. വാല്യൂസ് ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് ഉണ്ടാവുന്നതാണ്. നേരം വെളുത്തപ്പം ഇരുന്നുകൊണ്ട് മറ്റുള്ളവരെ ദുഷിക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടാ. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കുണ്ടല്ല പൈസയൊക്കെ എങ്ങനെ ലാഭിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണയാണ്. കാശ് ഒരു കൂട്ടം കിട്ടിക്കഴിഞ്ഞാൽ തുണി കുറഞ്ഞ് അവിടെ ഇവിടെ നാട്ടുകാർക്ക് വേണ്ടിയോ മറ്റോ ഇത്തിരി പറ്റിച്ച് വെച്ചുകൊണ്ട് നടക്കും. സാർ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണോ? എന്തോ നീ കേട്ടിട്ട് ഇട്ടും കൊണ്ട് ഇറങ്ങണ അവർക്ക് യാതൊരു നാണമില്ല. പിന്നെ നാട്ടുകാർ നാണം കെടുവല്ലോ, നാട്ടുകാർ നാണിച്ചു കുനിയല്ലോ എന്നുള്ള ഒരു ചിന്തയുടെ പുറത്ത് എങ്ങാണ്ട് ഒത്തിരി അവിടെ ഇവിടെ പറ്റിച്ചു വെക്കണയാണ്. നാണം കെടട്ടെ, നാട്ടുകാരുടെ മുമ്പിൽ നാണം കെടട്ടെ, വൃത്തികെട്ടവൻ. പിന്നെ ഒരു ലാഭമുള്ളത് സാരി ആണെങ്കിലും പാവാടകളാണെങ്കിലും ബ്ലൗസ് എന്ന് പറയണ സാധനം വാങ്ങൂല. അത്രയും കൂടെ കാശ് ഒരു കൂട്ട ലാഭമാണ് കേട്ടാ. ടിപ്പിക്കൽ മലയാളി പിള്ളേര് ഇട്ടിരിക്കണ ബ്രേസറിന്റെ കൂടെ സാരി എടുത്തുകൊടുത്തോളൂ, അല്ലെങ്കിൽ പാവാട ഇട്ട് അങ്ങ് ഇറങ്ങിക്കോളൂ. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മള് കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരിയൊന്നുമല്ല. ഒന്നും മൂടി വെക്കണ്ട, എല്ലാം തുറന്ന് കാണിച്ചുകൊണ്ട് നടക്കണം. ഇത് എന്തൊരു കഷ്ടം ഇത്. ആരെ കാണിക്കാനാ ഈ പ്രകടനം? ഇതങ്ങ് വെറുതെ വിട്ടാ പറ്റില്ല, നമ്മൾ പ്രതികരിക്കണത്. എന്റെ പൊന്നപ്പിയാളെ കുസുമേച്ചി രാവിലെ ഇരുന്ന് പരദൂഷണം പറയണമെന്നൊന്നും ആരും കരുതരുത് കേട്ടാ. കുസുമേച്ചി പറയണത് ഉള്ളതാണ് എന്നുണ്ടെങ്കിൽ മാത്രം എന്റെ പൊന്നു മക്കൾ ഇവിടെ വന്നൊന്ന് എഴുതി വെക്കണം കേട്ടാ.